ഗൈസ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് നുറുക്കൊണ്ട് നമ്മൾ ഒരു അടിപൊളി ലഡു ഇവിടെ തയ്യാറാക്കുകയാണ്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഗൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട്, വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാം നമ്മളെ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഒരു അടിപൊളി ലഡു. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്നങ്ങോട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് അതിലിട്ട് കൊടുക്കാം. കിസ്മിസ്, മുന്തിരി അതും ഇതിലിട്ട് കൊടുക്കാം. നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ആ പാത്രത്തിലേക്ക് നമ്മൾ ആ വറുത്ത ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കപ്പളവിലാണ് നമ്മൾ ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2.5 കപ്പ് വെള്ളം, ഒരു കപ്പിന് 2.5 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ചത്. 3 ഏലക്ക, അപ്പോൾ അതിൻ്റെ കുരു ഇവിടെ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളക്കണതിൻ്റെ ഇടയിൽ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്നങ്ങോട്ട് തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളറൊക്കെ ഉപയോഗിക്കാം, റെഡ് കളറോ യെല്ലോ കളറോ. നമ്മളിവിടെ മഞ്ഞപ്പൊടി നാടൻ രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരല്പം മഞ്ഞപ്പൊടി. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരക്ക് പ്രത്യേക അളവൊന്നുമില്ല, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. പ്രത്യേകിച്ചൊരു അളവില്ല. അപ്പോൾ മധുരം നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളിത് ആ ഗോതമ്പ് നുറുക്ക് ഒരു 2-3-4 പ്രാവശ്യം കഴുകി വെള്ളം മൊത്തം, കുറച്ചൊരു വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വെള്ളം നല്ല ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗോതമ്പ് നുറുക്ക് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം നല്ല വലിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ് നമ്മളെ ഗോതമ്പ് നുറുക്കൊക്കെ ഏകദേശം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നെയ്യിൽ പൊരിച്ചു വെച്ചിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും അത് ഇതിലിട്ട് കൊടുക്കാം. ബാലൻസ് ഉള്ള ആ ഒരു നെയ്യും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ലഡുവിനുള്ള ഏകദേശം അതൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. ഗൈസ് നമ്മളെ ഈ പാത്രത്തിലേക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ നമുക്കിതിൽ മൊത്തം എടുത്തിട്ട് ഒന്നിട്ട് പരത്തി വെക്കാം. നമ്മളിത് മൊത്തം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടുക. അതായത് നമ്മളിത് ലഡു ഉരുള പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മളൊരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കയ്യിൽ തേച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് കണ്ടില്ലേ നമ്മളത് അടിപൊളി ലഡു നമ്മളിതാ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ടാണ് നമ്മളിവിടെ ഇത് തയ്യാറാക്കിയത്. ചൂടാറാൻ ഏകദേശം ഒരു 5 മിനിറ്റും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളത് അടിപൊളി ലഡു നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ഉരുളകളായിട്ട് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിവിടെ എടുത്ത് മാറ്റി വെക്കാം. ഗൈസ് നമ്മളിത് വളരെ സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, നമ്മളിവിടെ മഞ്ഞപ്പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ എത്ര വേണേലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഗോതമ്പ് നുറുക്കൊണ്ടുണ്ടാക്കിയ അടിപൊളി ലഡു. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ എടുത്തിട്ട് ഒരു അടിപൊളിയായിട്ടുണ്ട്. നമ്മളാ ഷോപ്പിൽ നിന്ന് വാങ്ങണ അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റിയ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.